ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? കമൻറ്റിലൂടെ നിങ്ങളെ വിശേഷങ്ങളും അറിയിക്കുക കേട്ടോ. നമ്മളിത് എന്തായാലും ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വീഡിയോ കാണുന്നവരായിട്ടും ഒക്കെ കമൻറ്റിലൂടെ നമ്മളെ വിശേഷങ്ങൾ അറിയുന്നതും കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ വിശേഷങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ കാര്യങ്ങളും കമൻറ്റിലൂടെ നമ്മളോട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ പിന്നെ എന്താണ് നമ്മളെ പരിപാടികളും അതിനോടൊപ്പം തന്നെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയും ഒക്കെ ആയിട്ടൊക്കെയാണ്. പിന്നെ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അവിടെ ഇതിൻ്റെതൊക്കെ ആയിട്ടുള്ള അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ മുന്നേ തന്നെ വേഗം രാവിലെ ചായക്ക് വെള്ളം വെച്ചേന് കേട്ടോ. ഞാൻ മക്കൾക്ക് മദ്രസ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചായക്ക് വെള്ളം വെച്ചാണ്. പിന്നെ ഇന്നലെ രാത്രി തേങ്ങാച്ചോറ് കഴിഞ്ഞിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ രാവിലെ അവർക്ക് മദ്രസക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അതൊന്ന് ആവി കയറ്റി എടുക്കും വേണം. അപ്പോൾ അതൊന്ന് ഇട്ടിൽ ചെമ്പിലേക്ക് ഒന്ന് ഇട്ട് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നിച്ചുമോൾ കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞിരുന്നു. ഓൾ കുറച്ചും ഇങ്ങോട്ട് ഒന്നായപ്പോൾ ഓൾക്ക് ആരും കുട്ടികളൊന്നും കൊണ്ടുപോകണില്ല, കൂട്ടുകാരത്തികളൊന്നും കൊണ്ടുവരത്തില്ല, അതുകൊണ്ട് കൊണ്ടുപോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നാഫി മോൻ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് ആവി കയറ്റിയിട്ട് അതൊന്ന് പാത്രത്തിലാക്കി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്ന് മെല്ലെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് മാത്രമേ നമ്മൾ എന്താണ് ഏതാണ് എന്ന് ഉണ്ടാവുള്ളൂ. അതിനോണ്ട് തന്നെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വിശദീകരിച്ച് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് താത്തമാരൊക്കെ കമൻറ്റിൽ ഇങ്ങനെ എഴുതി ചോദിച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പം നിങ്ങളെ സ്ഥലം എവിടെയാണ് എന്നാണ് അധികവും വരുന്നൊരു കമൻറ്റ്. അപ്പം ഞങ്ങൾ വയനാട്ടിലാണ്, ബാവലിയാണ് സ്ഥലം. അധികം ആൾക്കാർക്കൊന്നും ഈ നാട് ഭാഗത്തുള്ളവർക്കൊന്നും ചിലപ്പം അറിയണം എന്നില്ല. ബാവലി മാനന്തവാടീൻ്റെ ഒരു ഭാഗമായിട്ട് വരും. മാനന്തവാടി, കാട്ടിക്കുളം, ബാവലി കർണാടക ബോർഡറിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വയനാട്ടിൽ. ബാവലിയാണ് നമ്മളെ സ്ഥലം. ഒരു പരിശുദ്ധമായിട്ടുള്ള ഭയങ്കര ഒരു തീർത്ഥാടന ഒരു മക്കാമൊക്കെ ഉണ്ട് ബാവലിയിൽ. അപ്പോൾ ആ ഒരു നാട്ടിലാണ് ഞങ്ങളെ നാട്, അവിടെയാണ് ഞങ്ങളെ താമസം. പിന്നെ ഇത് നിങ്ങളെ വീട് തന്നെയാണോ, ഈ ഒരു ഷെഡ് കണ്ടിട്ട് ഇത് നിങ്ങളെ വീട് തന്നെയാണോ, വേറെ വീടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുതന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം, ഞങ്ങളുടെ വീട് ഇതുതന്നെയാണ്. നമ്മൾ വാടകയ്ക്ക് നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ സ്ഥലം വാങ്ങി ഷെഡ് ഇങ്ങനെ കെട്ടിയിട്ട് മാറിയതായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് വീട് പണിയൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ആവും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ പോവുകയാണ്. അതുപോലെ തന്നെ എത്ര മക്കളാണെന്ന് ചോദിക്കലുണ്ട്. എനിക്ക് 3 മക്കളാണ്. ഒരു മൂത്തത് പെണ്ണ്, പിന്നെ ഇപ്പം ഇനി 6ാം ക്ലാസ്സിലേക്കാണ്. രണ്ടാമത്തെ പിന്നെ 2 ആൺകുട്ടികളാണ്. ചെറുത് നടുക്കത്തത് 3ൽ, പിന്നെ ചെറിയ കുട്ടിക്ക് 2 വയസ്സായിട്ടുണ്ട്. ഇക്ക എന്താ ജോലി ചെയ്യണേന്ന് ചോദിക്കാറുണ്ട്. ഇക്ക ഡ്രൈവറാണ്. പിന്നെ ജീപ്പുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ജീപ്പുണ്ട്. അപ്പോൾ അതിൽ ടാക്സി ജീപ്പാണ്, അതിൽ ഓടുന്നുണ്ട്. പിന്നെ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ പുരയിൽക്കൂടലും കല്യാണം അങ്ങനെ പരിപാടിയൊക്കെ ചോറ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ അങ്ങനെ അതിനും പോവാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു കുടുംബ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കടന്നു പോവൽ കേട്ടോ. ഞാനിത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പിന്നെ കമൻറ്റ് ചിലപ്പം ചില വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എവിടെയാണ് സ്ഥലം എന്ന് ഒരുപാട് കമൻറ്റ് വരുത്തുന്നുണ്ട്. എത്ര മക്കളാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് എഴുതി ഇങ്ങനെ 3 മക്കൾ അല്ലെങ്കിൽ വയനാട്, ബാവലി അങ്ങനെയൊക്കെ പറയുമ്പോഴും പിന്നെ അത്രയ്ക്കൊരു ഇത് കിട്ടലുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയത് കേട്ടോ, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ ഇതിലൂടെ അറിയിക്കുകയാണ് കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ നോക്കുമ്പോൾ 16,000 17,000 ഒക്കെ ഇങ്ങനെ കാണുമ്പോഴേ അത് കുറേ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ധാരണയിലൊന്നും കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. സബ് നമുക്ക് വേണം, എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസിന് നല്ല വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവൂ എന്നാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു സ്നേഹവും സപ്പോർട്ടും കമൻറ്റിലൂടെ നമ്മളെ വീഡിയോസിലൂടെയൊക്കെ ആയിട്ടൊക്കെ അറിയിക്കുക. ഞങ്ങളെ വിശേഷങ്ങളെല്ലാം വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ മക്കൾക്കുള്ളതൊക്കെ പാത്രത്തിലൊക്കെ ആക്കി കൊടുത്ത് വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നാഫി മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ.
പിന്നെ ഞാനിതാ കുറച്ച് പത്തിരി ചുടുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ ചോറും കൂടെ അതിനോണ്ട് ചിലപ്പോൾ നാസിമോനും ഇക്കയും ചിലപ്പോൾ തിന്നാൻ സാധ്യതയില്ല. പിന്നെ കുറച്ച് ചോറ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്ക് പിന്നെ രാവിലെ 6:30 7 മണി ആകുമ്പോഴത്തേക്കും പത്തിരി ഒന്നും ആവില്ലല്ലോ വിചാരിച്ചിട്ടാണ് വേഗം അത് ആവി കയറ്റിയിട്ട് അവർക്ക് നാപ്പിക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ ഒരു മദർസ് വിട്ട് വന്നാൽ എന്താ പത്തിരി ഉണ്ടെങ്കിൽ അത് കഴിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടല്ലോ, ചിക്കൻ കറി ഉണ്ടെങ്കിലാണ് ഈ നൂൽപുട്ടും പത്തിരിമേലൊക്കെ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് നിൽക്കലുള്ളൂ കേട്ടോ. പത്തിരിപ്പൊടിയൊക്കെ നമ്മളന്ന് നോമ്പിന് പൊടിപ്പിച്ചിട്ടുണ്ടായിനതേനു. പൊടിയൊക്കെ കഴിയാനായിക്കണ്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മഴ വരുമ്പോഴത്തേക്കും എന്താണ് ചെറിയൊരു വെയിൽ കിട്ടുന്ന സമയത്ത് വേണം അരിയൊക്കെ ഒന്ന് കഴുകി ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പത്തിരി ഇതാ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഇൻ്റെ ചട്ടീൻ്റെ ആ ഒരു പെയിൻറ്റിങ് പോയ പോലെ വന്നിട്ടുണ്ടായിന് കേട്ടോ. നമ്മളെ സാധാ ചട്ടകം കൊണ്ടൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ പത്തിരി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇത് രാവിലെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ നാസിമോനുണ്ട് കേട്ടോ എൻ്റെ മടിയിൽ. മെല്ലെ ഞാൻ ഒച്ച ഉണ്ടാക്കല്ലേ എന്നൊക്കെ ഓനോട് പറഞ്ഞപ്പോഴേ ഓന് മെല്ലെ അമ്മച്ചേന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മടിയിലിരുന്നിട്ട്. എന്തോ ചോദിക്കാനാണ്. അപ്പം എന്താ മടിയിലും നാച്ചിമോനുണ്ട്. വീഡിയോയിൽ ഇപ്പോൾ തന്നെ നാച്ചിമോൻ എൻ്റെ ഒക്കത്ത് എത്തിക്കണ്. ഓൻ ഉറങ്ങി എണീച്ച് വന്നത് ഓനെ പല്ലേപ്പിച്ചൊക്കെ കൊടുന്നിട്ട് ഞാൻ ഓനക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചോറ് കൊടുത്താൽ ഇനിയിപ്പോൾ ഓനും കഴിക്കലൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വേഗം കുറച്ച് പത്തിരി ഇത്തിരി ചുട്ടിട്ടുള്ളൂ കേട്ടോ. അതിന് മാത്രം തോനെ ചുട്ടിട്ടൊന്നുമില്ല. കുറച്ച് പത്തിരിയും പിന്നെ ചിക്കൻ കറീൻ്റെതും ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചുട്ട് കഴിഞ്ഞാണ് ഇനി ഓനക്ക് ചാക്കാൻ വേണ്ടിയിട്ട് ഇതാ എടുത്ത് കൊണ്ടുവന്ന് ഓൻ്റെ സ്ഥിരം സ്ഥലമായിട്ടുള്ള ആ ഒരു പലകയിലൊക്കെ ഓന് കൊണ്ടുപോയി ഇരുത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഇരുത്തവും കഴിക്കണതെല്ലാം കണ്ടാൽ വിചാരിക്കും ഇപ്പം അങ്ങോട്ട് തിന്നിട്ട് തീർക്കും എന്നൊക്കെയാണ്. ഒന്നല്ല ഒന്ന് കൊടുക്കുമ്പോൾ പറയും 2 എണ്ണം വേണമെന്നൊക്കെ. പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ. ആ വാങ്ങൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 2 കഷ്ണം അല്ല 2 3 ഒന്നിത്തിനി ഒന്ന് തിന്നിട്ട് ബാക്കി അവിടെ ഇട്ടിട്ട് പോവലാണ് ഓൻ്റെ സ്ഥിരം പരിപാടി. അപ്പം ഞാൻ ഓനക്ക് ചായയൊക്കെ കൊടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. ഒന്ന് എന്തോ ഒരു വെളിച്ചവും വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. മഴക്ക് ചെറിയൊരു ആശ്വാസവും ഒരു കുറവെല്ലാം കാണുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ വീടിൻ്റെ ബേക്ക് വശത്ത് മഴക്കാലമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം ഈ ഉറവേൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. മണ്ണെടുത്തപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേനോ. അപ്പോൾ ഇനി മുന്നിലൊക്കെ വെയിൽ വന്നാലും ഡിസംബർ ആയാലും ബേക്ക് വശം ഉണങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുറേ സമയമെടുക്കും. ചളിപിളി വെള്ളവും ഉറവയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താണ് വേഗം ഇനിയിപ്പോൾ അടുക്കള ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പുറത്തൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വന്ന് അടുക്കള നന്നാക്കാനാണ് കാര്യമായിട്ടുള്ള പണി ഉണ്ടാകുക. പിന്നെ ഈ വെച്ചുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇത്തിരി ഭക്ഷണ സാധനം വലിയൊരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. അപ്പോൾ ഞാൻ ചെറുതൊക്കെ ഒഴിവാക്കും. അങ്ങനത്തെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി എൻ്റേതായിട്ടുള്ള ആ ഒരു രീതി ഉണ്ടാവില്ലേ, നമുക്കൊരു ടൈം ടേബിൾ എന്ന് പറഞ്ഞ മാതിരി ഒരു സിസ്റ്റം ഉണ്ടാവില്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ഇതായാലേ ശരിയാവുള്ളൂ കേട്ടോ. പക്ഷെ എൻ്റെ ഈ ഒരു ശീലം ഞാൻ നിച്ചുമോളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഓളിപ്പോൾ ഒന്ന് അടിച്ചു വാരാനും ചെറിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനും ഒതുക്കി പെറുക്കി വെക്കാനും ഒക്കെ ഉള്ള ആ ഒരു നമ്മൾ ചെറിയ കുഞ്ഞു പണികളൊക്കെ എടുത്ത് ശീലിപ്പിക്കണം നല്ലതാണല്ലോ. അപ്പോൾ ആ ഒരു ശീലം നമ്മളിത് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ മക്കൾ പഠിക്കുക എന്ന് പറയുന്നത്. ഒരു പകുതി മുക്കാലും ശരി തന്നെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒതുക്കണതും ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് വെക്കണം ആ ഒരു രീതിയിൽ തന്നെ നിച്ചോളും ചെയ്യലുണ്ട്. എപ്പോഴൊക്കെയോ ഒക്കെ ഒന്ന് സുഖമില്ലാണ്ടായാലൊക്കെ ആണെങ്കിലും ഒന്ന് പറഞ്ഞാലും അപ്പം നമ്മൾ ഏത് രീതിയിലാണോ ചെയ്യണത് അപ്പോൾ ആ രീതിയിൽ നമ്മളെ മക്കളും അത് കണ്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നിച്ചോളം അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണൊന്ന് പറഞ്ഞത്. മക്കളെയും നമ്മൾ ചെറിയ രീതിയിൽ സ്കൂളത്തെ പഠിത്തവും കാര്യം എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യിപ്പിക്കാണ്ടൊന്നും നിൽക്കണതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഞാൻ ഓളെക്കൊണ്ട് എപ്പോഴൊന്നുമില്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങളിലൂടെ ഒന്ന് നമുക്കൊന്ന് പനിയായിട്ടൊന്ന് കിടന്നാലും ചിലപ്പോൾ വീട് അങ്ങനെ കോലത്തിൽ കിടക്കും. അപ്പോൾ പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വാരിയിടുക, ഇച്ചിരി പാത്രം ഉണ്ട് അതൊന്ന് കഴുകി വെക്കുക എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ചെറിയ രീതിയിൽ ഓരോന്ന് ശീലിപ്പിക്കുന്നതും നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യണ ആ രീതിയിൽ തന്നെ നിച്ചുമോൾ എനിക്ക് ചെയ്ത് തരുത്തുണ്ട് കേട്ടോ പണി. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഓരോന്നിനും ഓരോരോ സ്ഥലവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥലത്ത് വെച്ച് അപ്പുറത്തെ റൂമും ചെയ്തും നടുവിലൊക്കെ ഒന്ന് അടിച്ച് വന്നത് അടുക്കളയിൽ എത്തിക്കണ്. ഇനിയിപ്പോൾ അടുക്കളയും ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനാണ് ഉള്ളത്. പിന്നെ എനിക്ക് ആദ്യമൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകണേനി കേട്ടോ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്.
ഇപ്പം എന്തായാലും അകത്തുള്ളതുകൊണ്ട് ഒരു സമാധാനം. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഈ പഞ്ചസാര, അതെന്താ പറയുക കാണിച്ചത്, അതിൽ നിറച്ച് ഉറുമ്പ് കയറിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ആ ഉറുമ്പ് പോകാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഞാനൊരു പരന്നൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് വെച്ചത് ഇനിയെ പോകുമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഉറുമ്പ് കൂടി വരികയാണ്. ഇനിയിപ്പോൾ അത് പോവാൻ എന്തെങ്കിലും ഒരു ടിപ്പ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പിന്നെയും കാണിച്ചിട്ടുണ്ടായിനിയത്. അത് ആദ്യം കാണിച്ചപ്പോൾ പിന്നെ വേറെ എന്തോ ഒരു വർത്തമാനത്തിലായിപ്പോയില്ലേ, അതാണ് കേട്ടോ. പിന്നെ ഇതാ തീയൊക്കെ കത്തിച്ച് കുളിക്കാനുള്ള വെള്ളം വെച്ചിക്കണ്. നമ്മളെ പണികളൊക്കെ തീർത്ത് നമ്മൾ മാറ്റി ഒരുങ്ങി എല്ലാവരും ഇതാ തോൽപ്പെട്ടിക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പം ഞാനൊരു വഴിക്ക് പോകാനുണ്ട് പറഞ്ഞില്ലേ, അത് നമ്മളെ ബാവലി സ്കൂളിലുള്ള ഒരു സാറ് ഇന്ന് റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ ആ സാറ് വീട്ടിലേക്ക് ഒരു പരിപാടി വെച്ചിട്ടുണ്ട്, നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ആദ്യത്തെ അധ്യാപകരും ആ സ്കൂളിലെ ടീച്ചർമാരും സാറുമാരും പിന്നെ സാറ് കുടുംബാംഗങ്ങൾ, പിന്നെ അത്യാവശ്യം സാറിന് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളെയും കൂടെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതിൽ പലർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല, പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഷെരീഫ് സാറ് എന്ന് പറയുന്നത് 10-25 വർഷമായിട്ട് നമ്മളെ സ്കൂളിലുള്ള ഒരു അധ്യാപകനാണ്. സ്കൂളിലൊരു അധ്യാപകൻ എന്നതിലുപരി നമുക്കൊക്കെ ഒരു സഹോദര സ്നേഹമുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെ നമ്മളോട് നിൽക്കുന്ന ഒരു ആളാണ് കേട്ടോ. അപ്പോൾ സാറ് റിട്ടയർഡ് ആവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടം സാറിനെ പോലെ തന്നെ നമുക്കും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ പാടെ തന്നെ വേഗം പോന്നിട്ടുണ്ടായിന് കേട്ടോ. അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ തിരിച്ച് വന്നു. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കണം. പിന്നെ ഇക്ക അതിൻ്റെ ഇടയിൽ പോയിട്ടൊന്ന് വരുന്ന വഴിക്ക് റേഷനൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അത് ഞാൻ രാത്രിക്കേക്കുള്ള ചോറും കറിയൊക്കെ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചോറാക്കിക്കണ്, മീൻ കറീൻ്റെ കുറച്ചുണ്ടായിന്, പിന്നെ അത് പൊരിക്കുന്നുണ്ട്. പിന്നെ ഇക്കയും നമ്മളെ വീടിൻ്റെ അടുത്തുള്ള താത്തയും ഇതാ തേങ്ങയൊക്കെ പൊളിച്ച് ഇടുന്നുണ്ട് കേട്ടോ. അന്നത്തെ നമ്മളെ തേങ്ങയാണ്. അപ്പോൾ അതിൻ്റെ പണിയിലൊക്കെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോസ് കണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.